ഗുഡ് മോർണിംഗ്. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉറക്കം എണീറ്റിട്ട് നിൽക്കുകയാണ്. ഇന്ന് വീക്കെൻഡാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ തൃശ്ശൂർ പോവാണ്. ഞാൻ ട്രെയിൻ ടിക്കറ്റിന് വേണ്ടി ഒരാഴ്ച മുന്നേ നോക്കി തുടങ്ങിയതാണ്, പക്ഷേ എല്ലാ ട്രെയിനും വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അവസാനം ഇന്നലെ രാത്രിയാണ് ഒരു ട്രെയിൻ നമുക്ക് കിട്ടിയത്. അപ്പോൾ ആദ്യം തന്നെ ഓഫീസിൽ പോകണം. ഓഫീസിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തിട്ട് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറി തൃശ്ശൂർ പോവാം. അപ്പോൾ വീഡിയോ കണ്ടാലോ? ഞാനിപ്പോൾ നേരെ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഇന്ന് ആക്ച്വലി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ളൊരു മെസ്സിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. പൂരി ആട്ടോ വാങ്ങിയത്, പൂരിയും സാമ്പാറുമാണ്. ആ ഒരു കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ മ്യൂസിയത്തിലിപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഇതാട്ടോ പൂരിയും സാമ്പാറും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ കഴിക്കുന്നത്. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. കുഴപ്പമില്ല, കഴിക്കാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഓഫീസിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രെയിനിന് സമയമാകുമ്പോഴത്തേക്കും ഇറങ്ങാം. ടാറ്റാ. നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 12:15 ട്രെയിൻ എടുക്കുന്നത്. ഞാൻ കുറച്ച് നേരത്തെ വന്ന് കയറി. എന്തായാലും AC കമ്പാർട്ട്മെൻറ്റാണ്, കുഴപ്പമില്ല. 12:15 എടുക്കും. അവിടെ ഒരു 7-7:30 ആകുമ്പോൾ എത്തും. അപ്പോൾ നമുക്ക് പോകുന്നതിൻ്റെ വിശേഷം കാണാം. ഹായ് പറ. അങ്ങനെ ഞാൻ നേരെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. എത്തിയ പാടെ തന്നെ ചേട്ടൻ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ മിങ് പാലസിലോട്ടാണ് പോയത് ഫുഡ് അടിക്കാനായിട്ട്. ഈ ഇരിക്കുന്ന സംഭവത്തിൻ്റെ പേര് അമേരിക്കൻ ചോപ്സി എന്നാട്ടോ. പക്ഷേ ഞാൻ ഈ സാധനം ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ എനിക്ക് ഒട്ടുമേ ഇഷ്ടപ്പെടാത്ത ഒരു ടേസ്റ്റ് ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, കഴിക്കാം എന്നേ ഉള്ളൂ. ഒരു പുളിയും മധുരവും ഒക്കെ വരുന്ന ടേസ്റ്റാണ്. എനിക്കെന്തായാലും ആ ഒരു ടേസ്റ്റിനോട് യോജിക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് സിറ്റി സെൻറ്ററിലോട്ടാട്ടോ. സിറ്റി സെൻറ്ററിൽ ചേട്ടന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണ് പോയത്. പക്ഷേ ചേട്ടന് ഒന്നും കിട്ടിയില്ല. പകരം എനിക്ക് മിഞ്ചിയും അതുപോലെ തന്നെ ഒരു കമ്മലൊക്കെ കിട്ടി. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്ന വഴിക്ക് നല്ലോണം ദാഹിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കടയിൽ കയറി ഞാനൊരു പൈനാപ്പിൾ മൊജീറ്റോ പറഞ്ഞു. ഒരു കാശിന് കൊള്ളാത്ത സാധനമായിരുന്നു. ചേട്ടനൊരു സ്ട്രോബെറി ലൈമുമാണ് പറഞ്ഞു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് പോയപ്പോഴത്തേക്കും മസാല പൂരി വിൽക്കുന്ന ഒരു കട ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഉടനെ കൊതി കയറി. അങ്ങനെ നമ്മൾ മസാല പൂരി കഴിക്കാനായിട്ട് ഇറങ്ങി. എനിക്ക് അതിൻ്റെ ടേസ്റ്റും വലിയതായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു സംഭവം കഴിക്കത്തില്ല. അതുകൊണ്ട് ചേട്ടന് വേണ്ടിയിട്ട് ഒരൊറ്റ പ്ലേറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി കിടന്നുറങ്ങി. ഗുഡ് മോർണിംഗ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര മഴയാട്ടോ, നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. സമയം ഇപ്പോൾ 10 മണിയായി, നല്ല ഇരുണ്ട് കിടക്കുകയാണ്. കറണ്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യാം. രാവിലെ ആയ ചായ അല്ലെങ്കിൽ കോഫി മസ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കോഫി ഇടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയാലോ. കടലക്കറി ഉണ്ട്, അതുപോലെ തന്നെ കൊഴുക്കട്ടയുണ്ട്. പിന്നെ ഉള്ള സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ പേരാണ് കിണ്ണത്തപ്പം. അപ്പോൾ ഇത് മൂന്നും കൂടെ വെച്ച് ഞാൻ കഴിച്ചു നോക്കി. എനിക്ക് കിണ്ണത്തപ്പവും കടലക്കറിയാണ് കുറച്ചുകൂടെ നല്ല കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു കുളിയും കഴിഞ്ഞു. ഈ ആഴ്ച നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പോവാണ്, പക്ഷേ വേറൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ കറി വെക്കാനായിട്ട് തുടങ്ങാം. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കരഞ്ഞ് ഇത്രയും ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെച്ച് തുടങ്ങാം.
യൂട്യൂബിൽ നോക്കി ഒരു വെറൈറ്റി ചിക്കൻ കറി കണ്ടുപിടിച്ചതാണെങ്കിലും എനിക്ക് അത്രയും വെക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്ഥിരം വെക്കുന്ന സെയിം ചിക്കൻ കറിയിലോട്ട് എന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ കറി വെച്ചു, മീൻ ഒക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിന് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ എൻ്റെ ചിക്കൻ കറിയുണ്ട്, അതുപോലെ തന്നെ ഇത് സാമ്പാറല്ല കേട്ടോ, ഇത് പുളിങ്കറിയാണ്. പിന്നെ ഇന്ന് മീൻ വറുത്തതുണ്ട്, അതുപോലെ തന്നെ അമരയ്ക്ക തോരനുണ്ട്, അതുപോലെ തന്നെ ചോറും ഉണ്ട്. അപ്പോൾ ഇത്രയും കൂടെ കൂട്ടിക്കുഴച്ച് നമുക്ക് ഇന്നത്തെ ഉച്ചയൂണ് കഴിച്ചാലോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പുറത്ത് പോകാനായിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പുറത്തിപ്പോൾ നല്ല മഴ പെയ്യാണ്, നമ്മളിപ്പോൾ പുറത്ത് പോകാനായിട്ട് പോവാണ്. അപ്പോൾ പോകുന്നതിൻ്റെ വിശേഷങ്ങൾ കാണാം. ഞങ്ങളൊരു അത്യാവശ്യ കാര്യത്തിനാണ് പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങിയത്. നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കാര്യമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് നമ്മളൊരു കടയിൽ ചായ കുടിക്കാനായിട്ട് കയറുന്നു. കാരണം മഴയുള്ള സമയത്ത് ചായ കുടിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. ഈ വെച്ചേക്കുന്ന കണ്ണട എൻ്റെ അല്ല കേട്ടോ, ചേട്ടൻ്റെ. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതേ ഉള്ളൂ. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയപ്പോൾ തൊട്ടടുത്തൊരു കടയിൽ നല്ല ചൂട് ബജി ഉണ്ടാക്കുന്ന കണ്ടു. മുട്ട ബജിയുണ്ട്, കായ് ബജിയുണ്ട്, മുളക് ബജിയുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വിശക്കുമല്ലോ. അങ്ങനെ നമ്മൾ അതിന് ഓരോ പ്ലേറ്റ് വാങ്ങിച്ച് കഴിച്ച് വയറൊക്കെ ഫില്ലാക്കിയിട്ട് നേരെ വീട്ടിലോട്ട് പോയി. സോ വി ആർ ബാക്ക് ഹോം. തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഭയങ്കര ക്ഷീണമായിട്ടിരിക്കുകയാണ്. കുളിച്ചതൊക്കെ ഒന്ന് സെറ്റായതേ ഉള്ളൂ. ഭയങ്കര ക്ഷീണമായിട്ടിരിക്കുകയാണ്. ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതിൻ്റെ ഒരു ക്ഷീണമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ 2 ദിവസത്തേക്കാട്ടോ പോയത്. പക്ഷേ ഒറ്റ ദിവസത്തെ വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം 2ാമത്തെ ദിവസം എനിക്ക് തീരെ വയ്യായിരുന്നു. അങ്ങനെ ഒറ്റ ദിവസത്തെ വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് അടുത്ത ആഴ്ച നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.